സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പോകുന്നത് എറണാകുളം ആലുവ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യത്തിന് വേണ്ടി, ജോബിൻ്റെ. അപ്പോൾ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ട്രെയിനിന് 5:40 ട്രെയിനിന് വേണ്ടി. അപ്പോൾ ഷൊർണൂരിലെത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷൊർണൂരിൽ എത്തി. ഇപ്പോൾ ഷൊർണൂരിൽ നിന്ന് വേറെ ട്രെയിനിന് വേണ്ടിയിട്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ വെച്ച് നമ്മളെ നാട്ടിലുള്ളൊരു സുഹൃത്തിനെ, പാണ്ടിക്കാടിലെ നമ്മളെ സുന്ദരേട്ടനെ പരിചയപ്പെടുകയുണ്ടായി. ആൾ ഇതേപോലെ ഇൻ്റർവ്യൂവിന്, സെക്യൂരിറ്റി ജോബിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അവിടെ വെച്ച് കണ്ടുമുട്ടി. അതായത് വാണിയമ്പലത്തിൽ നിന്ന് നമ്മൾ കണ്ടു കേട്ടോ, സുന്ദരേട്ടനെ കണ്ട്. അപ്പോൾ സുന്ദരേട്ടനും മകനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ഒരു ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 റെയിൽവേ സ്റ്റേഷനാണല്ലോ ഷൊർണൂർ. അപ്പോൾ അത് ഷൊർണൂരിൻ്റെ മനോഹാരിത എത്ര പറഞ്ഞാലും നമുക്ക് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ട്രെയിനിലെ ഏക ഒരു സംഭവമാണ് ഷൊർണൂരിൽ. അപ്പോൾ ആൾ നമ്പർ ചോദിച്ചു എന്നോട്. അപ്പോൾ മൊബൈൽ നമ്പർ ഞാൻ കൊടുത്തു. അപ്പോൾ നമ്പർ ചോദിച്ച് ഒക്കെ സേവ് ചെയ്തു കേട്ടോ ഗൈസ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. ഒരു ജോബിൻ്റെ ഇതിന് പോകുമ്പോൾ നമുക്ക് ശരിക്കും യാത്ര ചെയ്യുമ്പോൾ ശരിക്കും നല്ലൊരു ഇതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും എറണാകുളം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഏറ്റവും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്തെത്തി. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. 2 മണിക്കൂറോളം ഏകദേശം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അങ്ങ് അറിയിക്കണം. ഓക്കെ. അപ്പോൾ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോസ് ഇടാനുള്ളൊരു സംഭവം കിട്ടിയിട്ടില്ല. നമ്മൾ ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എനിക്ക് തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ പാലക്കാട് ട്രെയിൻ വേണം. എന്നിട്ട് വള്ളത്തോൾ നഗറിൽ ഇറങ്ങിയിട്ട് ഷൊർണൂരിൽ പോയിട്ട് അങ്ങനെ കയറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ ആലുവ? അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ ആലുവയിൽ നിന്നുള്ള ഈ ഒരു ട്രെയിനിൻ്റെ യാത്രയിൽ ഞാനൊരു പകർത്തിയൊരു സംഭവം എന്താ വെച്ചാൽ, വളരെ നല്ല രസമായിട്ടുള്ള കുറച്ച് സീനറി ഷൊർണൂർക്ക് വരുമ്പോൾ ട്രെയിനിന് നല്ല അടിപൊളി, നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നമ്മൾ ഒരു കണ്ടപ്പോൾ എടുക്കാൻ തോന്നി. അപ്പോൾ അതങ്ങനെ എടുത്താണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണേ. അപ്പോൾ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാത്ത ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ടെക് വീഡിയോസ് ഇനിയും കൂടുതലായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ട് ജസ്റ്റ് എന്താ പറയുക, ഇൻ്റർവ്യൂ ഒക്കെ ഫിറ്റായി. അപ്പോൾ അത് കഴിഞ്ഞിങ്ങനെ വരുന്ന ഒരു ഹാപ്പി മൂഡിൽ എടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഹാപ്പി മൂഡ് ഉണ്ടാവും. പിന്നെ ഞാൻ ഷൊർണൂരിൽ വെച്ചിട്ട് എൻ്റെ പഴയ മാനേജറെ
കമ്പനിയുടെ ദീപക് ലീഫ് ഫുഡിൻ്റെ ഒരാളെ കണ്ടുമുട്ടി. ആളല്ല, വളരെ അടുത്ത നമ്മളെ ഒരു ദോസ്താണ്, മുമ്പത്തെ മാനേജറാണ്. അപ്പോൾ ആളെ ഷൊർണൂരിൽ വെച്ചിട്ട് കണ്ടു, ചായ കുടിച്ചു. അപ്പോൾ ഞങ്ങൾ തിരികെ വാണിയമ്പലത്തിലേക്കുള്ള ട്രെയിനിൽ കയറി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വണ്ടൂർ ഏകദേശം എത്തിയിട്ടുണ്ട്, വാണിയമ്പലം എത്തി. അപ്പോൾ ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി അളിയന് പറഞ്ഞത് കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടൂരിലുള്ളൊരു മഷ്വി പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട്. അവിടുന്ന് ചിക്കന് അതേപോലെ മന്തി കാര്യങ്ങളൊക്കെ കഴിച്ച്. അപ്പോൾ നിങ്ങളെന്തായാലും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു വീഡിയോയുമായി ഞാൻ ടെക് വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാത്ത കുറേ സാഹചര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.